സംഘടനയിലെ ഉൾപോരിന് പിന്നാലെ സിനിമാ സമരം നടത്തുന്നതിൽ പുനരാലോചന നടത്താൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആലോചിക്കുന്നു. സമരം ഉപേക്ഷിക്കാൻ വരെ സാധ്യതയുണ്ട്. അതിനിടെ ആന്റണി പെരുമ്പാവൂരിനെ വിമർശിച്ച് നിർമ്മാതാവ് സിയാദ് കോക്കർ രംഗത്ത് വന്നു. സിനിമാ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ലെന്ന് സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാനും പ്രതികരിച്ചു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ കത്ത് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി ഉറപ്പിച്ചു. സമരം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്ത് 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടൊരു കത്ത് ശ്രീ സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ ഡയറക്ടർക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. അവരുടെ 3 വിഷയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കാം. അതിലൊന്ന് GSTയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അത് ധനകാര്യ വകുപ്പാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ കാര്യം ധനകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധ നമുക്ക് പെടുത്താൻ കഴിയും. പിന്നെ മറ്റ് 2 കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ആ 2 കാര്യങ്ങൾ നമ്മുടെ വകുപ്പ് തലത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ നിലപാട് അവരോട് പറയും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നു. പറയശ്വിൻ, വിശദാംശങ്ങൾ. എന്തായാലും സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിലവിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമരം വേണ്ട എന്നുള്ളൊരു നിലപാടിൽ ഒരു വിഭാഗം അടിയുറച്ചു നിൽക്കുകയാണ്. അതേസമയം തന്നെ സമരം നടത്തിയാൽ മാത്രമേ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടനയിലെ തന്നെ ഒരു കൂട്ടം ആളുകളുടെ ഭാഗം. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത സമ്മേളനം, വിവിധ സിനിമാ സംഘടനകളുടെ സംയുക്ത സമ്മേളനം വിളിച്ചാണ് ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപനം അടക്കം നടന്നത്. അതിലൊരു കൂടിയാലോചന നടന്നില്ല. പല ആളുകളെയും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിച്ചില്ല എന്നൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ചത്. അതിന് വലിയ പിന്തുണ ലഭിക്കുകയും താരങ്ങളും മറ്റ് നിർമ്മാതാക്കളും അടക്കം ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് പിന്തുണ അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതോടുകൂടിയാണ് ഈ സിനിമാ സമരം ഇപ്പോൾ നടത്തിയാൽ തിരിച്ചടിയാകും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടന തന്നെ പോയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സമരം താൽക്കാലികമായെങ്കിലും പിൻവലിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ സംഘടന പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം നിലവിൽ ജി സുരേഷ് കുമാറിനെതിരായി വലിയ എതിർപ്പ് പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുരേഷ് കുമാറിനൊപ്പം നിൽക്കാനാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം. പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ന് തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരുടെ ജനറൽ ബോഡി കൂടി ചേരുന്നുണ്ട്. ആ ജനറൽ ബോഡിക്ക് ശേഷമാകും സമരത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവുക. എന്തായാലും സമരം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് തിരിച്ചടിയാകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. മറ്റ് ഫെഫ്ക അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ പൂർണ്ണമായും ലഭിച്ചാൽ മാത്രമേ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SK